അപ്പം ഇവള് എന്താ നീ എപ്പോഴും വായിക്കുന്നത്? ഇവള് നിനക്ക് ബൈബിളില്ല, നീ വായിക്കാറില്ലേ? അവള് ഇല്ല, നിനക്ക് ബൈബിളില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞ് ബൈബിൾ വായിക്കണം, ദൈവവചനമാണ്. അങ്ങനെ അവളിലൂടെയാണ് ഇവൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇവൾക്കൊരു ബൈബിൾ മേടിച്ചു കൊടുത്തു, അവളത് വായിക്കാൻ തുടങ്ങി. അവൾ വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഇത് പറയാൻ തുടങ്ങി, ഷെയർ ഈ ഒരു ദൈവത്തെക്കുറിച്ചുള്ള അവൾക്ക് കിട്ടിയ അറിവുകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാം അവളോട് ആദ്യകാലത്ത് വലിയ രീതിയിൽ എതിർത്താണ് നിന്നത്. നമ്മൾ പറയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയല്ലേ പോകുന്നത്, അങ്ങനെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവള് നിരന്തരമായിട്ടും ഞങ്ങളുടെ പ്രതിരോധങ്ങളെയൊക്കെ അവൾ കണക്കിലെടുക്കാതെ അവളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവൾ മുന്നോട്ട് പോവുകയും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരും അവൾ പറയുന്ന വഴി സഞ്ചരിക്കാൻ തുടങ്ങി. അവരും സ്നാനപ്പെട്ടു. അടുത്ത ഘട്ടത്തിൽ ഞാനും സ്നാനപ്പെട്ടു. അത് 1900